ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാഴ്ച. ഒരേ ദിവസം ഒരേ മേശയ്ക്ക് ചുറ്റും ഇസ്രയേലും ഫലസ്തീനും അറബ് രാജ്യങ്ങളും വന്നിരുന്നാൽ എങ്ങനെ ഉണ്ടാകും? ശത്രുതയുടെ കനലെരിയുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇത് അസാധ്യമാണെന്ന് കരുതിയവർക്കെല്ലാം തെറ്റി. ആ അസാധ്യമായതിനെ യാഥാർത്ഥ്യമാക്കുകയാണ് ഭാരതം. വൻ ശക്തികൾ പോലും ഭയക്കുന്ന പശ്ചിമേഷ്യൻ കളിത്തട്ടിൽ ഇന്ത്യ എന്ന കേവലം ഒരു കാണിയല്ല, മറിച്ച് എല്ലാ ചരടുകളും നിയന്ത്രിക്കുന്ന കിങ് മേക്കറാണ്. കഴിഞ്ഞ ദിവസമാണ് ഭാരതം ആ മദർ ഓഫ് ഓൾ ഡീൽസ് ഒപ്പിട്ടത്. ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോഴതാ അടുത്ത പ്രഹരം വരുന്നു. പ്രധാനമന്ത്രി ഇസ്രയേലിലേക്ക് വിമാനം കയറുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ആ രഹസ്യ നീക്കം എന്താണ്? അത് ലോകത്തെ ഞെട്ടിക്കുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഫലസ്തീൻ വിദേശകാര്യമന്ത്രി മുതൽ അറബ് ലോകത്തെ വമ്പന്മാർ വരെ ഇന്ത്യയുടെ മണ്ണിലെത്തുന്നു. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്നാണല്ലോ നമ്മൾ എല്ലാവരും കരുതിയത്. എങ്കിൽ തെറ്റി. ഈ പോക്ക് കണ്ടിട്ട് 2030 മുമ്പ് ലോകത്തിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈപ്പിടിയിലാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് പദ്ധതിയിൽ ഇന്ത്യയുടെ നിലപാട്, അതുപോലെ ഇസ്രയേലും ഫലസ്തീനും പാകിസ്ഥാനും ഒരുമിച്ചിരിക്കുന്ന സമിതിയിൽ ഇന്ത്യ എന്ത് കളിയാണ് കളിക്കുന്നത്, എല്ലാം നമ്മൾ ഇന്ന് തുറന്നു കാട്ടുകയാണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കാരണം ഇത് നമ്മുടെ അഭിമാനത്തിന്റെ കഥയാണ്. ഇന്ന് ലോക നയതന്ത്രത്തിന്റെ തലസ്ഥാനമായി ഡൽഹി മാറുകയാണ്. ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം വെറും ഒരു ചർച്ചയായിരുന്നില്ല, ഇത് ഭാരതത്തിന്റെ കരുത്ത് തെളിയിക്കലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഇത്രയും പ്രധാനമായത്? പശ്ചിമേഷ്യ ഇന്ന് കത്തുകയാണല്ലോ. ഒരു വശത്ത് ഇസ്രയേൽ ഹമാസ് യുദ്ധം, മറുവശത്ത് ഇറാൻ ഇസ്രയേൽ തർക്കം. ഈ തീപിടിച്ച സാഹചര്യത്തിലും ഫലസ്തീൻ വിദേശകാര്യമന്ത്രി വേഴ്സൻ അഖബേയൻ ഷാഹിൻ ഡൽഹിയിലേക്ക് വന്ന് ഇന്ത്യ നൽകുന്ന സുരക്ഷിതത്വബോധം എന്നത് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഇതിനെയാണ് ആഗോള രാഷ്ട്രീയത്തിൽ ബാലൻസിംഗ് ആക്ട് എന്ന് വിളിക്കുന്നത്. പക്ഷേ മോദി സർക്കാർ ചെയ്യുന്നത് അതിനേക്കാൾ വലിയൊന്നാണ്. അറബ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ഊർജ്ജ ബന്ധം ഉറപ്പാക്കുമ്പോൾ തന്നെ ഭാരതത്തിന്റെ സുരക്ഷയ്ക്കായി ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യ കൈക്കലാക്കുന്നു. ഇന്ത്യ ഒരു ഗുണഭോക്താവ് മാത്രമല്ല, മറിച്ച് സമാധാനം കൊണ്ടുവരുന്ന ഒരേയൊരു വിശ്വസ്ത മധ്യസ്ഥനാണ്. ഇത്രയും കാലം അമേരിക്കയോ റഷ്യയോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വലിയ റോൾ ഇന്ന് ഇന്ത്യയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി ഇസ്രയേൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ഈ വാർത്ത സ്ഥിരീകരിച്ചത് ഇസ്രയേൽ അംബാസഡർ റൂവൻ അസർ ആണ്. ടെലവീവിലും ജെറുസലേമിലും മോദി എത്തുമ്പോൾ അത് ലോക രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇന്ത്യയെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ വിപണിയാണ്. പ്രതിരോധ മേഖലയിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പങ്കാളി. പക്ഷെ ഇതൊരു കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല, ഇതൊരു ആത്മബന്ധം കൂടിയാണ്. മോദിയും നെതന്യാഹുവും തമ്മിലുള്ള കെമിസ്ട്രി ലോകപ്രസിദ്ധമാണ്. ഈ സന്ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട 4 പ്രധാന മേഖലകളുണ്ട്. അതിലേക്ക് കടക്കാം. ഒന്ന്, സെമി കണ്ടക്ടർ മിഷനാണ്. ഇസ്രയേലിന്റെ ടവർ സെമി കണ്ടക്ടർ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങും. അടുത്തത് സൈബർ സെക്യൂരിറ്റിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹാക്കിംഗ് ഭീഷണികളെ നേരിടാൻ ഇസ്രയേലി സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമാക്കും. അടുത്തത് ബഹിരാകാശ ഗവേഷണമാണ്. ISROയും ഇസ്രയേൽ സ്പേസ് ഏജൻസിയും സംയുക്ത മിഷനുകൾ പ്രഖ്യാപിക്കും. പ്രതിരോധത്തിലേക്ക് വന്നാൽ ശത്രുവിന്റെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തകർക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ബോർഡ് ഓഫ് പീസ് എന്ന ആശയത്തിൽ ഇസ്രയേലും പാകിസ്ഥാനും ഉൾപ്പെടെ 20 രാജ്യങ്ങൾ അംഗമായി കഴിഞ്ഞതാണ്. എന്നാൽ ഭാരതം ഇതുവരെ തന്റെ ചീട്ട് പുറത്തെടുത്തിട്ടില്ല. അതെന്തുകൊണ്ട്? ഇന്ത്യയുടെ മൗനം ഒരു വലിയ തന്ത്രമാണ്. ആരുടെയും പിന്നാലെ പോകാൻ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യയുടെ താല്പര്യങ്ങൾ 100% സംരക്ഷിക്കപ്പെടുന്ന ഒരു സമാധാന ചർച്ചയിൽ മാത്രമേ ഇന്ത്യ ഭാഗമാകൂ. പാകിസ്ഥാൻ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇന്ത്യക്ക് കൃത്യമായ നിബന്ധനകളുണ്ട്. അറബ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇന്ത്യ തന്റെ നിലപാട് വ്യക്തമാക്കൂ. ഇതിലൂടെ ലോകത്തിന് ഒരു സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്: ഞങ്ങളെ കൂടാതെ പശ്ചിമേഷ്യയിൽ സമാധാനം അസാധ്യമാണ്. പണ്ട് ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയെ അവഗണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ഒരു യെസ് അല്ലെങ്കിൽ നോ ഇതിനു വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് വെറുതെയല്ല. ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഇന്ന് ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുന്ന ശക്തിയായി മാറിക്കഴിഞ്ഞു. ഇസ്രയേലുമായി നമ്മൾ ഒപ്പിട്ട പുതിയ പ്രതിരോധ കരാറൊക്കെ വെറും ഒരു കച്ചവടമല്ലത്, മറിച്ച് കോ ഡെവലപ്മെന്റ് ആൻഡ് കോ പ്രൊഡക്ഷൻ ആണ്. നമ്മുടെ കരുത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആകാശ് മിസൈൽ സിസ്റ്റം. ഇന്ന് ഫിലിപ്പീൻസ്, അർമേനിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ മിസൈലിന് വേണ്ടി വരിവരിയെ നിൽക്കുകയാണ്. ബരാക് 8 ഇസ്രയേലുമായി ചേർന്ന് നിർമ്മിച്ച ഈ മിസൈല് ഇന്ത്യൻ നാവികസേനയുടെ നട്ടെല്ലാണ്. തേജസ് യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് വാങ്ങാനായി അർജന്റീനയും ഈജിപ്തും ഒക്കെ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു.
കയറ്റുമതി കണക്കുകൾ നോക്കിയാലോ 2024-25 കാലഘട്ടത്തില് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എന്ന് പറയുന്നത് 21,000 കോടി രൂപ കടന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തെ ടോപ്പ് 5 ആയുധ കയറ്റുമതിക്കാരുടെ പട്ടികയിലേക്ക് എത്തും. ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യം ഭീഷണി ഉയർത്തുമ്പോൾ ഇന്ത്യയുടെ GDP വളർച്ച ഏതാണ്ട് 7.4% കുതിക്കുകയാണ്. ചൈനയെ പോലും പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. എന്താണ് ഇന്ത്യയെ മാറ്റുന്നത്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം. UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ $100 ബില്യൺ നിക്ഷേപിക്കാനാണ് ഒരുങ്ങുന്നത്. ഇനി മാനുഫാക്ചറിംഗ് ഹബിലേക്ക് വരാം. ആപ്പിൾ തങ്ങളുടെ 25% ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കാനായി തീരുമാനിച്ചു കഴിഞ്ഞു. ടെസ്ലയുടെ വരവ് ഏതാണ്ട് ഉറപ്പായി. UPI മാജിക്, ലോകത്തെ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ 40% നടക്കുന്നത് ഇന്ത്യയിലാണ്. സിംഗപ്പൂർ മുതൽ ഫ്രാൻസ് വരെ ഇന്ത്യയുടെ UPI സ്വീകരിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ മാസ്റ്റർ കാർഡിനും വിസയ്ക്കും വെല്ലുവിളിയായി നമ്മുടെ രൂപയെ മാറുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നമായാലും ലോകം ഇന്ന് സമാധാനത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നത് ഇന്ത്യയാണ്. വികസ്വര രാജ്യങ്ങളുടെ നായകനായി ഇന്ത്യ മാറി. G20 ഉച്ചകോടിയിലൂടെ ആഫ്രിക്കൻ യൂണിയൻ ഉൾപ്പെടുത്തിയത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. വാക്സിൻ മൈത്രിയിലൂടെയും മറ്റു മാനുഷിക സഹായങ്ങളിലൂടെയും എല്ലാം ഇന്ത്യ വിശ്വമിത്ര എന്ന പേരെടുത്തു കഴിഞ്ഞു. ഇന്ന് ലോകത്തിനറിയാം ഇന്ത്യ ഒരു വാഗ്ദാനം നൽകിയാൽ അത് പാലിക്കപ്പെട്ടിരിക്കുമെന്ന്. അറബ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിക്ഷേപിക്കാനായി ക്യൂ നിൽക്കുന്നത് വെറുതെയല്ല, അത് മോദി എന്ന മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത വിശ്വാസ്യതയാണ്. നമ്മളപ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ നേട്ടങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ്: ഭാരതം, ഈ ലോകശക്തിയുടെ ഉദയം. പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യ വെറുമൊരു രാജ്യമല്ല, മറിച്ച് ലോകം ചലിക്കുന്ന അച്ചുതണ്ടായി മാറുകയാണ്. അടുത്ത മാസം അദ്ദേഹം ഇസ്രയേലിൽ നടത്തുന്ന ആ സന്ദർശനം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കമായിരിക്കും. ഈ കുതിപ്പ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ 2047 വരെ കാത്തിരിക്കേണ്ടി വരില്ല കേട്ടോ. 2030 മുമ്പേ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായും പശ്ചിമേഷ്യയിലെ സമാധാനത്തിന്റെ കാവൽക്കാരനായും ഇന്ത്യ മാറും. അതിൽ യാതൊരു സംശയവും ഇനി നമുക്ക് ആർക്കും വേണ്ട. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു പുതിയ യുഗത്തിലാണ്. ശത്രുക്കൾ പോലും മിത്രങ്ങളാകുന്ന, ഭാരതം ലോകത്തെ നയിക്കുന്ന യുഗം. ഇത് രാഷ്ട്രീയമല്ല, ഇത് 140 കോടി ജനങ്ങളുടെ സ്വപ്നമാണ്. ഒരു കാലത്ത് ദരിദ്രരെന്നും പിന്നോക്കക്കാരെന്നും ഒക്കെ വിളിച്ചവർ ഇന്ന് ഇന്ത്യയുടെ ഒരു യെസ് കേൾക്കാൻ കാത്തു നിൽക്കുന്നു. ഇന്ത്യയുടെ മഹാവിജയത്തെ കുറിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പശ്ചിമേഷ്യയിൽ ഇന്ത്യ സമാധാനം കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.